ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഗണിതത്തിലെ മാത്സിലെ 5ാമത്തെ പാഠഭാഗമാണ് സമവാക്യ പരിഹാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജിലെ പ്രോബ്ലംസ് തന്നെ നോക്കാം. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കും ആയേനെ. രാജന്റെ സങ്കടം എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പോൾ രാജ എന്താ പറയുന്നത്? 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷയിൽ 100 കിട്ടിയേനെ. അപ്പോൾ 6 മാർക്കിനാണ് 100-ൽ നിന്ന് 6 മാർക്ക് കുറവാണ് എന്നാണ് അർത്ഥം, അല്ലേ? 100-ൽ നിന്ന് 6 കുറവ്, അതാണ് അതിൻ്റെ അർത്ഥം. 100-ൽ നിന്ന് 6 കുറവാണ്. അപ്പോൾ നമുക്ക് എത്ര മാർക്കാണ് തോറ്റതെന്ന് എങ്ങനെ മനസ്സിലാക്കും? 100 കുറയ്ക്കണം 6 ചെയ്യുക. 100-ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 94. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 94. ഇനി അതായത് 100-ൽ നിന്ന് 6 കുറച്ചു, അപ്പോൾ 94. രണ്ടാമത്തെ ചോദ്യം, 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. വോട്ട് ചെയ്യാം. ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പോൾ 5 വർഷം കൂടി കഴിഞ്ഞാലാണ്, അല്ലേ? 5 വർഷം കൂടി കഴിഞ്ഞാലാണ് എന്താകുക? ഇപ്പോഴത്തെ വയസ്സിനോട് 5 കൂടി കൂട്ടിയാലാണ് എന്താവുക? 18 വയസ്സാവുക, അല്ലേ? ഇപ്പോഴത്തെ വയസ്സിനോട് 5 കൂടി കൂട്ടിയാലാണ് 18 വയസ്സാകുക. അപ്പോൾ പിന്നെ ലിസിക്ക് ഇപ്പം എത്ര വയസ്സായി? 18 കുറയ്ക്കണം 5. 18 കുറയ്ക്കണം 5 എന്ന് പറയുമ്പോൾ 13. ഓക്കെ, 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സ് ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴത്തെ 18 കുറയ്ക്കണം 5, 13. ഇനി അടുത്തത് 123-നെ 321 ആക്കാൻ എത്ര കൂട്ടണം? അപ്പം എന്താ ചെയ്യേണ്ടത്? 321-ൽ നിന്ന് 123 കുറയ്ക്കണം, അല്ലേ? 321-ൽ നിന്ന് 123 കുറയ്ക്കുക. അപ്പോൾ 1-ൽ നിന്ന് 3 പോകില്ല. അപ്പോൾ ഇവിടുന്ന് കടെടുത്ത് 11. 11-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 11-ൽ നിന്ന് 3 പോയാൽ 8ആണ്. പിന്നെ ഇവിടെ 1ആണ്. അപ്പോൾ 1-ൽ നിന്ന് 2 പോയില്ല, വീണ്ടും കടെടുത്തു. അപ്പോൾ 11. 11-ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 9ആണ്. അപ്പോൾ ഇതിവിടെ കടം കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 2. 2-ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 2-ൽ നിന്ന് 1 പോയാൽ 1. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 198ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, 432-നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം? 432-ൽ 234 ആക്കണം. അപ്പോൾ എത്ര കുറയ്ക്കണം? 432-ൽ നിന്ന് 234 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 2-ൽ നിന്ന് 4 പോയില്ല. അപ്പം കടം കൊടുത്തു, 12ആയി. 12-ൽ നിന്ന് 4 പോയാൽ 8. അപ്പോൾ 3 ഇവിടെ കടം കൊടുത്തു, അപ്പോൾ 2ആണ്. 2-ൽ നിന്ന് 3 പോവില്ല. അപ്പോൾ വീണ്ടും കടം വാങ്ങി, അപ്പോൾ 12. 12-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 9. ഇപ്പം 4ആണ് ഇവിടെ. അല്ല, 4 നമ്മൾ കടം കൊടുത്തു, അപ്പോൾ ഇവിടെ 3ആണ്. 3-ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 1ആണ്. അപ്പോൾ എത്രയാണ് ഉത്തരം? 198. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 94. 100-ൽ നിന്ന് 6 മൈനസ് ചെയ്തു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 18-ൽ നിന്ന് 5 മൈനസ് ചെയ്തു, അപ്പം 13. മൂന്നാമത്തെ ഉത്തരം 321-ൽ നിന്ന് 123 കുറച്ചു, അപ്പോൾ ഉത്തരം എത്ര കിട്ടിയത്? 198. ഇനി നാലാമത്തെ ഉത്തരം 432-ൽ നിന്ന് 234 കുറച്ചു, അപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 198. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ പേജ്, അതായത് പേജ് നമ്പർ 79-ലെ ചോദ്യോത്തരം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ പേജ് നമ്പർ 80-ലെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി. അല്പം കേടുവന്ന് 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. കുലയിൽ എത്ര പഴമുണ്ട്? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആകെ പഴം എത്രയാണ്? ഒരു കുല പഴമാണ് വാങ്ങിയത്. അപ്പോൾ 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്? 46 എണ്ണമായി. അപ്പോൾ എത്ര എണ്ണാന്ന് നമ്മൾ എണ്ണുന്നതിന് എങ്ങനെയാണ്? 46, അതായത് ഇപ്പോൾ ഉള്ള പഴവും ആ കേട് വന്ന പഴവും കൂട്ടിയാൽ നമുക്ക് എത്ര എണ്ണാന്ന് മനസ്സിലാവും. അപ്പം 46-നോ 7 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 53 കിട്ടും. ഇനി അടുത്ത ചോദ്യം, വിമലയ്ക്ക് 163 രൂപയ്ക്ക് സാധനം വാങ്ങി 337 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുള്ളത്? 163 രൂപയ്ക്ക് സാധനം വാങ്ങി, എന്നിട്ട് ബാക്കി 337 രൂപ കയ്യിലുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 163 കൂട്ടണം 337.
അപ്പം നമുക്ക് 337നോട് 163 കൂട്ടി നോക്കാം. 7 3 10 ബാക്കി 1 1 3 4 4 6 10 ബാക്കി 1 1 3 4 4 1 5. അപ്പോൾ ഉത്തരം എത്രയാണ്? 500 രൂപയാണ് വിമലയുടെ കയ്യിലുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഏത് സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 321 ആകുക? കാരണം എന്താ ചെയ്യുക? 321 കൂട്ടണം 123. അപ്പോൾ 3 1 4 2 2 4 3 3 4 444 നിന്ന് 123 കുറച്ചാലാണ് നമുക്ക് 321 കിട്ടുക. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 444. ഓക്കെ, ഇത് ചോദ്യത്തിൻ്റെയൊക്കെ വഴി എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വാങ്ങിയ സാധനങ്ങളുടെ വില 163, തിരികെ കിട്ടിയ തുക 337, വാങ്ങുന്നതിന് മുമ്പ് കയ്യിലുണ്ടായിരുന്ന തുക 163 കൂട്ടണം 337, 163 337 കൂട്ടിയാൽ 500 രൂപ. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ലഭിച്ച സംഖ്യ 321, കുറച്ച സംഖ്യ 123, കണ്ടെത്തേണ്ട തുക എത്രയാണ്? 321 കൂട്ടണം 123. അപ്പോൾ നമുക്ക് കൂട്ടിയപ്പോൾ 444 കിട്ടി. ഇനി നമുക്ക് പേജ് നമ്പർ 80 വേറൊരു ചോദ്യം നോക്കാം. ഒരു സ്ഥാപനത്തിലെ മാനേജർ അവിടുത്തെ പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. മാനേജർക്ക് 75,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ സ്ഥാപനത്തിലെ മാനേജർ ഇവിടെ എന്താ ചെയ്യുന്നത്? സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. അപ്പോൾ അയാൾക്ക് മാനേജറിൻ്റെ ശമ്പളം എത്രയാണ്? മാനേജറിൻ്റെ ശമ്പളം 75,000 രൂപയാണ് അല്ലേ? ഇപ്പോൾ പ്യൂണിനാണ് എത്ര കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്യൂണിന് എത്രയാണ്? 5 ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഭാഗമായിരിക്കും? 5ൽ 1 ഭാഗം. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ 75,000 ഇൻറ്റു 1/5 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് 75,000 ബൈ 5. 75,000 ഹരിക്കണം 5 കിട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ മാനേജറിൻ്റെ ശമ്പളം എത്രയാണ്? അതിൻ്റെ 5 ഇരട്ടി ആണ് മാനേജറിൻ്റെ ശമ്പളം ഹരിക്കണം പ്യൂണിൻ്റെ ശമ്പളം. ഓക്കെ, അപ്പോൾ 75,000 ഹരിക്കണം 5 15,000. പ്യൂണിന് മാസം എത്ര കിട്ടും? 15,000 രൂപ കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചിലവായ 12,500 രൂപ തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരും 2,500 രൂപ കൊടുക്കണമെന്ന് കണക്കാക്കി. എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്? അപ്പോൾ ആകെ ചിലവായ തുക എത്രയാണ്? 12,500. ഓരോരുത്തരുടെ പങ്ക് എത്രയാണ്? 2,500. അപ്പോൾ എത്ര പേരാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? 12,500 ഹരിക്കണം 2,500. ഓക്കെ, 12,500 2,500 കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹരിച്ചിട്ടുണ്ടെങ്കിൽ 125/25, 0യും 0 0 നമ്മൾ വെട്ടി 125 ഹരിക്കണം 5. 125നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5. എത്ര ആളാണ് ഉണ്ടായിരുന്നത്? 5 ആളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ ചിലവ് 12,500, ഒരാളുടെ വിഹിതം 2,500. 12,500 ഹരിക്കണം 2,500 5. അപ്പോൾ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 5 പേര് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഗുണിച്ചത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 756 ഹരിക്കണം 12. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഗുണനഫലം 752 ഹരിക്കണം ഗുണിച്ച സംഖ്യ. അപ്പോൾ നമുക്ക് യഥാർത്ഥ സംഖ്യ കിട്ടും. 756 ഹരിക്കണം 12 നിൽക്കുമ്പോൾ നമുക്ക് 63 ആണ് ഉത്തരം കിട്ടുക. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. ഇതേപോലെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരണഫലം 786 ആണ് ഹരിച്ച സംഖ്യ. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടണമെങ്കിൽ 786 ഗുണിക്കണം 21. അപ്പോൾ 786 ഗുണിക്കണം 21 ചെയ്യാം. 1 6 6, 1 5 5, 1 7 7, 2 6 12, ബാക്കി 1, 2 5 10, 1 11, ബാക്കി 1, 7 2 14, 1 15, 6 7 8 5 1. ഇത്രയാണ് ഉത്തരം കിട്ടുക. 15,876 നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഏതൊക്കെയാണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? നമ്മൾ 75,000നെ 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 15,000 ആണ്. രണ്ടാമത്തെ നമ്മൾ എന്താ ചെയ്തത്? 12,500 വിനോദയാത്രക്ക് പോയ ഓരോരുത്തർ എത്ര പേരുണ്ടായിരുന്നു എന്ന് കണക്കാക്കാം. 12,500നെ 2,500 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 5. ഇനി 756നെ 12 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 63 കിട്ടി. ഇനി ലാസ്റ്റ് ചോദ്യം, ഒരു സംഖ്യ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 786 കിട്ടി. ഏത് സംഖ്യയാണ് ഹരിച്ചത്? അപ്പോൾ നമ്മൾ ചെയ്ത് 21 ഗുണിക്കണം 786. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് 15,876.
ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് പേജ് നമ്പർ 80 പ്രോബ്ലം ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 81 പ്രോബ്ലം നോക്കാം. ഓക്കെ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്ററും ഒരു വശം 5 മീറ്ററും മറ്റേ വശം എത്ര മീറ്ററാണ്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ് അല്ലേ? നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെരിമീറ്റർ ആണ്. അപ്പോൾ ഈ നീളം പ്ലസ് വീതി അതവിടെ വെച്ചിട്ട് നമ്മൾ 50 മാത്രം എടുക്കുക. 50/2 എന്ന് ചെയ്താൽ നമുക്ക് 25 കിട്ടും. ഈ 25 എന്ന് പറയുന്നത് എന്താണ്, നീളം പ്ലസ് വീതിയാണ്. ഓക്കെ. 25ൽ നീളവും ഉണ്ട് വീതിയും ഉണ്ട്. അപ്പോൾ 25ൽ ഒരു വശം 5 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, 25ൽ 5 കുറച്ചാൽ ബാക്കിയുള്ളതായിരിക്കും മറ്റേ വശം. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഗണിതത്തിൻ്റെ ഒരു സംഖ്യയുടെ പകുതി എന്ന് പറയുന്നത് ഒരു സംഖ്യ, നമുക്കറിയാത്തൊരു സംഖ്യ പകുതി എന്ന് പറയുമ്പോൾ x/2 ആണ്. ഇനി ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുന്നത് 2 ഗുണിക്കണം x, അതായത് 2x. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആക്കേണ്ടത്. പിന്നെ ഒരു സംഖ്യയുടെ n ഇരട്ടി എന്ന് പറയുമ്പോൾ nx. ഇനി ഒരു സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് x² ആണ്. ഇനി ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം √x ആണ്. ഇനി സംഖ്യയേക്കാൾ 3 കുറവ് എന്ന് പറഞ്ഞാൽ x കുറയ്ക്കണം 3. ഇനി സംഖ്യയേക്കാൾ 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ x കൂട്ടണം 5. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്ററും ഒരു വശം 5 മീറ്ററാണ് മറ്റേ വശം. അപ്പം ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 50 മീറ്ററാണ്. ഒരു വശം 5 മീറ്ററാണ്, മറ്റേ വശം നമ്മുടെ x ആണെന്ന് കരുതുക. അപ്പോൾ ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്, 50 ഹരിക്കണം 2, അപ്പോൾ 25. ഇനി മറ്റേ വശം കണ്ടെത്താൻ എന്താണ്, 25 കുറയ്ക്കണം 5, അപ്പോൾ എത്രയാണ്, 20 മീറ്ററാണ് മറ്റേ വശത്തിൻ്റെ നീളം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചിലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അനിത അപ്പോൾ യഥാർത്ഥ വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അപ്പോൾ 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ എത്ര രൂപയാണ് കുറവ് കിട്ടിയത്? 3 രൂപയാണ് കുറവ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ആകെ യഥാർത്ഥ വില എത്രയാണ്? 35 രൂപയാണ് അല്ലേ? 3 രൂപ റിഡക്ഷൻ കിട്ടിയത് എന്താണ്, ഒന്നിച്ചു വാങ്ങിയപ്പോഴാണ്. അപ്പം ശരിക്കുള്ള വില 35ആണ്, ഒന്നിച്ചു വാങ്ങിയത് കൊണ്ട് 3 രൂപ കുറച്ച് കൊടുത്തു. ഇനി ഒരു പേനയുടെ വില കണ്ടെത്താൻ എന്ത് ചെയ്യുക? 5 പേനയുടെ യഥാർത്ഥ വില 35 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 35 ഹരിക്കണം 5, 7 രൂപയാണ് ഒരു പേനയുടെ വില. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ചുവടെയുള്ള കണക്കുകളെല്ലാം ഒരു സംഖ്യയിൽ നിന്ന് ചില ക്രിയകൾ ചെയ്തതിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നു. ഓരോന്നിൻ്റെയും സംഖ്യ കണ്ടുപിടിക്കുക. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101. ഇപ്പോൾ ഏതിൻ്റെ 2 മടങ്ങാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 മടങ്ങ്, അതായത് നമ്മളിവിടെ എന്തിനോടാണ് കൂട്ടിയതെന്നൊന്നും നമുക്കറിയില്ല. 2 മടങ്ങ് എന്നാണ്. അപ്പോൾ നമ്മൾ അത് 2 മടങ്ങ് എന്നുള്ള x എന്ന് സങ്കല്പിക്കുക അല്ലേ? അപ്പോൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 2x, അതിനോട് 3 കൂട്ടിയപ്പോൾ നമുക്ക് 101 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ സംഖ്യകൾ അങ്ങോട്ടാക്കുക. അപ്പോൾ 101 ഇവിടെ +3 എന്നുള്ള അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആകും. ഓക്കെ, അപ്പോൾ 2x സമം എത്രയായിരിക്കും? 2x സമം 98. അപ്പോൾ x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x എന്ന് പറയുമ്പോൾ ഇവിടെ ഗുണനല്ലേ, 2 ഗുണിക്കണം x ആണ്, ഗുണിക്കലാണ്. പക്ഷെ അപ്പുറം പോകുമ്പോഴത്തിന് ഹരിക്കലാവും. 98 ഹരിക്കണം 2 ആവും. 98 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 49. ഉത്തരം എത്രയാണ്? 49. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 49. മനസ്സിലായല്ലോ. 2x കൂട്ടണം 3, 2x കൂട്ടണം 3 സമം 101. അപ്പോൾ 2x എന്ന് പറയുമ്പോൾ എന്താണ്, 101 കുറയ്ക്കണം 3. ഓക്കെ, 101 കുറയ്ക്കണം 3 എന്ന് പറയുമ്പം 98. എക്സ് എന്ന് പറയുമ്പം 98/2. ഓക്കെ, 98/2 49. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ. അപ്പോൾ 3 മടങ്ങ് എന്ന് പറയുമ്പം ഏതോ നമ്പറാണ്, അപ്പോൾ അതിന് നമ്മൾ x എടുക്കുക, 3x. അതിനോട് 2 കൂട്ടിയപ്പോൾ 101 ആണ്. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ 101 കുറയ്ക്കാൻ 2 +2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ -2 ആവും.
ഓക്കെ. അപ്പോൾ 101 - 2. അപ്പോൾ 101 - 2 എന്ന് പറയുമ്പോൾ 98. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ 99. 98 99. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 99 ഹരിക്കണം 3. 99നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 33. അപ്പോൾ ഉത്തരം എത്രയാണ്? 33. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101. ഇപ്പോൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു നമ്പർ, ഇപ്പോൾ 2x, അതിൽ നിന്ന് 3 കുറച്ചപ്പോഴാണ് 101. ഓക്കെ. അപ്പോൾ 2x ഈ -3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +3 ആവും. അപ്പോൾ 2x + 104. 101 കൂട്ടണം 3 104. ഇനി x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 104 ഹരിക്കണം 2. അപ്പോൾ എത്രയാണ്? 104 ഹരിക്കണം 2 എത്രയാണ്? 52. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x. 2xൽ നിന്ന് 3 കുറച്ചപ്പോൾ എത്രയാണ്? 101. ഓക്കെ, 101. അപ്പോൾ 2x എന്ന് പറയുമ്പം 101 കൂട്ടണം 3 അല്ലേ? 101 കൂട്ടണം 3. അപ്പോൾ x എന്ന് പറയുമ്പം 104. 104/2 52. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 3x 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ. അപ്പോൾ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x, അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. അപ്പോൾ 3x മാത്രം എഴുതി. അപ്പോൾ 101 ഇവിടെയുള്ള -2 ഇവിടെ എത്തുമ്പോൾ എന്താവും? +2 ആവും. അപ്പോൾ 101 + 2 എത്രയാണ്? 103 ആണ്. അപ്പോൾ x എന്ന് പറയുമ്പോൾ എന്താണ്? 103/3. 103നെ നമ്മൾ 103 ഹരിക്കണം 3 നമ്മൾ ചെയ്യുമ്പോൾ 103 ഹരിക്കണം 3. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? 10ൽ 3 3 പ്രാവശ്യമാണ്. അപ്പോൾ 9. അപ്പോൾ 13 12. ഓക്കെ, ബാലൻസ് 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 34 ബാലൻസ് 1 1/3. എങ്ങനെ എഴുതാം? 34 1/3. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഒരു സംഖ്യ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ഒരു സംഖ്യയോട് 6 കൂട്ടി എന്നല്ല പറഞ്ഞത്. അപ്പോൾ x + 6. x + 6 ഒരു സംഖ്യയോട് 6 കൂട്ടി എന്താ ചെയ്യുന്നത്? ഒരു സംഖ്യയോട് 6 കൂട്ടി അതിൻ്റെ 4 മടങ്ങ് 100 ആണ്. അപ്പോൾ x + 6 ഗുണിക്കണം 4. അപ്പോൾ നമ്മളൊരു ബ്രാക്കറ്റിൽ ഇട്ടുകൊടുത്താണ്. x + 6 ഒരു സംഖ്യയോട് 6 കൂട്ടി അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം x + 6 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് 100/4. x + 6 = 25. 100/4 എന്ന് പറയുന്നത് 25. x = 25 കുറയ്ക്കണം 6. 25 കുറയ്ക്കണം 6 19. ഓക്കെ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 82ലെ പ്രോബ്ലംസും കഴിഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 84ലെ പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. നോക്കാം. പേജ് നമ്പർ 84. ഒരു സംഖ്യയുടെ 2 മടങ്ങ് 7 മടങ്ങും കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങ്, ഏതോ ഒരു സംഖ്യയ്ക്ക് x എന്ന് കൊടുക്കുക. അപ്പം 2x അതേപോലെ 7x കൂട്ടിയപ്പോൾ 27 കിട്ടി. അപ്പോൾ എത്രയാണ്? സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ 2x ഇത് രണ്ട് നമുക്ക് കൂട്ടും, ഒരേ x ആണല്ലോ. അപ്പോൾ 9x = 27. അപ്പോൾ x = എന്തായിരിക്കും? 27 ഹരിക്കണം 9. അപ്പോൾ എത്ര? ഉത്തരം 3. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. മടങ്ങുകൾ ആദ്യം കൂട്ടി. നമ്മൾ 2 മടങ്ങ് 7 മടങ്ങ് ഒന്ന് കൂട്ടി. അപ്പോൾ 2ഉം 7ഉം കൂട്ടിയപ്പോൾ 9. 9x = എത്രയാണ്? 27. അപ്പോൾ x = എന്താണ്? 27 ഹരിക്കണം 9. അപ്പോൾ സംഖ്യ ഏതാണ്? 3 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ ഒരു സംഖ്യയുടെ 21 മടങ്ങായി. സംഖ്യ ഏത്? അപ്പം ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ. അപ്പം നമുക്കതിനെ x എന്ന് വിളിക്കാം. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട്, അപ്പം 12x + 99 കൂട്ടിയപ്പോൾ 21 മടങ്ങായി.
ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എങ്ങനെ സമവാക്യം രൂപീകരിക്കാം? ഓക്കെ, ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? 12 മടങ്ങാണ്. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ 21 മടങ്ങായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ സമവാക്യം രൂപീകരിക്കാം? 12x, 12 മടങ്ങ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ 12x. ഓക്കെ, അതിനോട് നമ്മൾ 99 കൂട്ടി. ഓക്കെ, അപ്പം കിട്ടുന്ന ഉത്തരം നമുക്ക് 21x ആണ്. അതായത് 21 മടങ്ങാണ്. ഇതാണ് നമ്മുടെ സമവാക്യം. ഈ സമവാക്യം രൂപീകരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം തെറ്റിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ മടങ്ങുകളുടെ വ്യത്യാസമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഈ 12x പ്ലസ് 99 21x, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 99ന് ഈ എക്സിനെ നമുക്ക് ഒരു ഭാഗത്തേക്കാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 21x മൈനസ് 12x 99 എന്നാക്കാം. ഇതൊക്കെ നമുക്ക് ബീജഗണിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എക്സിനെ രണ്ടിനെയും ഒരു ഭാഗത്തേക്ക് ആക്കുക. അപ്പം 21x മൈനസ് 12x. ഓക്കെ, 99. ഓക്കെ, ഇനി 21 12 പോയാൽ എത്രയാണ്? 9. അപ്പോൾ 9x 99. ഇനി എക്സ് മാത്രം എടുക്കും. 9 ഗുണിക്കണം എക്സിനെ നമ്മൾ ഇങ്ങോട്ടാക്കുമ്പോൾ 99 ഹരിക്കണം 9 ആയി. അപ്പോൾ 99 9 ഹരിച്ചാൽ എത്രയാണ്? 11. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 11. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമവാക്യം രൂപീകരിക്കുമ്പോൾ ഒന്നും തെറ്റാൻ പാടില്ല. ഓക്കെ, 12x എന്ന് പറയുമ്പോൾ 12 മടങ്ങ്, അതിനോട് 99 കൂട്ടി, അപ്പോൾ അതിൻ്റെ ഉത്തരം 21 മടങ്ങ്. ഓക്കെ, അപ്പം 21 12 കുറച്ചപ്പോൾ നമുക്ക് 9x കിട്ടി. 9x 99 സമാണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 99/9. അപ്പോൾ നമുക്ക് 11 നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മളിത് ചെയ്തത് പേജ് നമ്പർ 84. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 85 92 നമുക്ക് ചെയ്യാനുള്ളത്.